ധൂളിയിൽ നിന്നും ജന്മമെനിക്ക് നിന്നെ നമിക്കാൻ നൽകണം ഉദ്ധാനം. പ്രകാശമുദിച്ചു കനകപ്രഭയിൽ കബറിടമൊളിചിന്നും അതിലുള്ളവരോ നാഥന പുകൾ പാടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ശിവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാൾക്ക് പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥൻ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടാൽ നീ ഞങ്ങളവരുടെ വിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മറുപണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ ശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാന എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഭൂതാശകൾ എന്റെ ആത്മാവിനെ പ്രഭാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയപാലകരുമായ പുരോഹിതനെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് മോക്ഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദേവാലയത്തിൽ ശിവഗിരിയിലേക്ക് ശരീരം കൊണ്ടുപോകുമ്പോൾ അത് ശരീരം വഹിച്ച് പരിചയമുള്ള 6 പേര് മാത്രം അത് പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വർത്തമാനമൊന്നും പറയാതെ പോകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. പലപ്പോഴും ബഹളമാണ്, അങ്ങനെ ബഹളമൊന്നും വേണ്ട. വർത്തമാനം പറയാതെ ശാന്തമായിട്ട് വഹിച്ചുകൊണ്ട് പോകാൻ അറിയാവുന്ന 6 പേര് മാത്രം അത് ശരീരം വഹിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 8 പേര് ശരീരം വഹിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും മുന്നിൽ കുടകളും കുരിശും ഉണ്ടാകും. അതിൻ്റെ പിന്നാലെ കൂട്ടമായി പോകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വർത്തമാനം പറഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയല്ല ഇത്, പ്രാർത്ഥന നിർഭരമായി പോകേണ്ട ഒരു യാത്രയാണ്. ഇതിലേക്ക് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാം. ഏറ്റവും മുന്നിൽ പിറകെ കൂട്ടമായിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. സെമിത്തേരിയിലേക്ക് പുലരും പുൽക്കൊടി പോലെ ജീവിതവിളയിൽ ഓർത്തോർത്തിനെയും നൈരാശ്യമോടെ വിലപിക്കരുതേ.